മറ്റൊരു വാർത്തയിലേക്ക് വന്നാൽ ആന്ധ്രയിലെ പാലക്കൊണ്ടയിൽ മദ്യപിച്ച് ലക്കുകെട്ട് വൈദ്യുത ലൈനിൽ കിടന്നു മയങ്ങി യുവാവിന്റെ സാഹസം. പാലക്കൊണ്ടയിലെ സിംഗിപുരത്താണ് ഈ സാഹസം നടന്നത്. വൈദ്യുതാഘാതം ഏൽക്കാതിരിക്കാൻ നാട്ടുകാർ ഇടപെട്ട് ട്രാൻസ്ഫോമർ ഓഫ് ചെയ്തു. യുവാവിനെ അനുനയിപ്പിച്ച് താഴെ ഇറക്കി. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. AP നദീറ നമുക്കൊപ്പം ചേരുന്നു. AP നദീറ, ഇയാൾക്ക് ഇത് എന്ത് പറ്റിയതാണ്? വേറെ ഒരിടവും കിട്ടിയില്ലേ എന്നാണ് ഈ ദൃശ്യം കണ്ടപ്പോൾ ആദ്യം എന്റെ മനസ്സിലേക്ക് വന്നത്. ഈ പുതുവർഷ ദിനത്തിൽ ഇന്നലെ അടിച്ചോഫായി ഇതിനു മുകളിൽ എത്തിപ്പെട്ടതാണോ? എന്താണ് സംഭവിച്ചത്? സുജയ, ഇന്നലെയാണ് ഈ ആന്ധ്രാപ്രദേശിലെ മാന്യം ജില്ലയിലെ സിംഗിപുരം എന്ന് പറയുന്ന ഗ്രാമമാണ് ഈ ദൃശ്യങ്ങൾക്കൊക്കെ സാക്ഷിയായത്. വൈകുന്നേരത്തോടു കൂടി മദ്യപിച്ച് ഇയാൾ എത്തുകയായിരുന്നു. നാലുകാലിൽ കുഴഞ്ഞാണ് വന്നത്. പലരോടും, ഈ സ്ട്രീറ്റിലുള്ള പലരോടും അദ്ദേഹം ഉടക്കുകയൊക്കെ ചെയ്തു. പണ്ട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു ഉടക്ക. ആളുകളെല്ലാം ഓടിച്ചു വിട്ടു. അതിനുശേഷമാണ് അരിശമൂത്ത് ഇദ്ദേഹം ഈ വൈദ്യുത പോസ്റ്റിലേക്ക് വലിഞ്ഞു കയറുന്ന സാഹചര്യം ഉണ്ടായത്. വലിഞ്ഞു കയറി ആളുകൾ ഇങ്ങനെ കയറിപ്പോകുമെന്ന് ഒരിക്കലും ധരിച്ചില്ല. പക്ഷേ അദ്ദേഹം മുകളിൽ വരെ എത്തുകയും ഈ ലൈൻ കമ്പികൾ ഒരുമിച്ച് നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ കിടന്നങ്ങോട്ട് ഉറങ്ങാൻ തുടങ്ങുകയും ചെയ്തു. ഇത് കണ്ട് ആളുകൾ താഴെ ഇറങ്ങാൻ അഭ്യർത്ഥിച്ചെങ്കിലും ഒരു തരത്തിലും താഴെ ഇറങ്ങില്ല എന്നായിരുന്നു നയം. തിരിഞ്ഞു നോക്കാൻ പോലും ആദ്യം തയ്യാറായില്ല. പിന്നീട് ആളുകൾ കല്ലെടുത്ത് എറിയാനൊക്കെ ശ്രമം നടത്തിയപ്പോഴാണ് ആളുകളോട് സംസാരിക്കാൻ, ഈ ലൈൻ കമ്പിയിൽ ഇരുന്ന് തന്നെ സംസാരിക്കാൻ ഇദ്ദേഹം തയ്യാറായത്. ഉടനെ ആളുകൾ എന്തു ചെയ്തു എന്ന് വെച്ചാൽ വൈദ്യുത വകുപ്പിനെ വിവരം അറിയിക്കുകയും കൂട്ടത്തോടെ അവരെത്തുന്നത് വരെ കാത്തു നിൽക്കാനാവില്ല, ഇദ്ദേഹത്തിന് വല്ല അത്യാഹിതവും സംഭവിച്ചാലോ എന്ന് ഭയന്ന് ട്രാൻസ്ഫോമർ ഓഫ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നീട് ഏറെ നേരം പടിപെട്ടാണ് ഇദ്ദേഹത്തെ അനുനയിപ്പിച്ച് താഴെ ഇറക്കിയത്. ഇദ്ദേഹം പണ്ട് നാട്ടിൽ നടന്ന വിഷയങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് പ്രദേശവാസികളുമായുള്ള ഒടക്കുകൾ സംബന്ധിച്ചാണ് ഇതിന് മുകളിൽ നിന്ന് സംസാരിക്കുന്നത്. ഇതിലൊക്കെ പ്രശ്നപരിഹാരം ഉണ്ടായാൽ മാത്രമേ ഞാൻ താഴെ ഇറങ്ങൂ എന്നും പറയുന്നുണ്ട്. പക്ഷേ ആളുകൾ ഈ ട്രാൻസ്ഫോമർ ഓഫ് ചെയ്ത ഒരു ആശ്വാസമായിരുന്നു. അല്ലെങ്കിൽ അവരുടെയൊക്കെ ഈ പുതുവത്സര ആഘോഷമൊക്കെ ആ ഏരിയയിലുള്ളതൊക്കെ മുടങ്ങുന്ന അവസ്ഥയായേനെ. എന്തായാലും ഇദ്ദേഹത്തെ അനുനയിപ്പിച്ച് താഴെ ഇറക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇദ്ദേഹം താഴെ ഇറങ്ങി. തൽക്കാലം പോലീസിനെ ഒന്നും വിവരം അറിയിച്ചില്ലായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ മുതൽ ഇത് ഇൻ്റർനെറ്റിലൂടെ മുഴുവൻ പ്രവഹിക്കുകയാണ്, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ. അപ്പോൾ മിക്കവാറും ഇദ്ദേഹത്തിൻ്റെ കേസെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ മദ്യപാനം, അമിതമായുള്ള മദ്യപാനം, അതിനെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ നിരന്തരം ബാറുകളും ഇതുപോലുള്ള ഔട്ട്ലെറ്റുകളും ഒക്കെ തുടങ്ങുന്നതിനെ കുറിച്ചൊക്കെ നെറ്റിസൺ വളരെ ഗൗരവമായുള്ള ചർച്ചയ്ക്ക് ഈ ദൃശ്യങ്ങൾ വഴിവെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുമുണ്ട്. സുജയ. ഓക്കെ നദീറ, എന്തായാലും അതൊരു വല്ലാത്ത സാഹസമായി പോയി അല്ലേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ? ഈ പുതുവർഷ ദിനത്തിൽ നമുക്ക് കാണേണ്ടി വന്നത് ഇന്നലെ വൈകിട്ട് ഒരാൾ കാണിച്ച ഈ സാഹസത്തിന്റെ ദൃശ്യമാണ്.